ഹലോ എവരിവൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നോർത്താംപ്ടണിലെ തട്ടുകട, അതെ UK-യിലെ ഒരേ ഒരു കള്ള് ഷാപ്പ്, അവിടെ പോയൊരു എക്സ്പീരിയൻസ് നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയിട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. നമ്മുടെ തട്ടുകടയുടെ പോസ്റ്റ് കോഡ് കൊടുത്തേക്കാം. ബാക്കിയുള്ള വിശേഷം നമുക്ക് കാണാം. അപ്പോൾ കേസ് നമ്മൾ നേരത്തെ വിളിച്ച് പറഞ്ഞായിരുന്നു നമ്മൾ 7 പേരുണ്ടെന്ന്. അപ്പോൾ അതനുസരിച്ചൊരു വലിയ ടേബിൾ തന്നെ കിട്ടി. അത്യാവശ്യം ഇത്തിരി വെളിച്ചക്കുറവുണ്ട്, നിങ്ങൾ സദയം ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ മെനു ആണ്. ഇവിടുത്തെ മെനു ഞാൻ ഓരോന്നായിട്ട് ഇത്തിരി പിക്ചറായിട്ട് തന്നെ നമ്മൾ സൈഡിൽ കൊടുത്തേക്കാം. ഇതാണ് നമ്മുടെ മെയിൻ കോഴ്സ് ഫുഡ് മെനു. ഈ ഫുഡ് മെനു നമ്മുടെ ഇതുപോലെ സ്ലൈറ്റിൽ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ റേറ്റും ഡീറ്റെയിലും ഒക്കെ. അപ്പോൾ കേസ് ഇതാണ് നമ്മുടെ ഷാപ്പിലെ മെനു, അതായത് ബിവറേജ് മെനു റേറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് പോസ് ചെയ്തിട്ടാണ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മുന്തിരികൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. ആയോ ആദ്യം എടുത്തത് നമ്മുടെ ബീഫ് താലിയാണ്. ബീഫ് താലി ഇങ്ങനെയാണ് കിട്ടുന്നത്. നമുക്ക് ബീഫിൻ്റെ ഇതുണ്ടാവും. ഇതൊക്കെയാണ് ഇപ്പോൾ അത് കഴിച്ചിട്ട് പറഞ്ഞോളൂ. അപ്പോൾ നമുക്കടുത്ത് പ്രോൺസ് ബിരിയാണി വന്നിട്ടുണ്ട്. ഫിഷ് തവ ഫ്രൈ ആണ്, തവയിലിട്ട് ഫ്രൈ ചെയ്ത ഫിഷ് ഉണ്ട്. ചേച്ചി എടുത്തത് നമ്മുടെ ചിക്കൻ താലിയാണ് ചേച്ചി എടുത്തത്. ഇനി നമുക്ക് വരാനുള്ളത് പൊറോട്ടയും ബീഫ് ഫ്രൈയും ഒക്കെയാണ് വരാനുള്ളത്. ഫ്രോക്ക് ഫ്രൈ ഇവിടെ കിട്ടുന്നതാണ്. വീക്കെൻഡ്സ് വന്നു കഴിഞ്ഞാൽ മുയൽ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്രോക്ക് ഫ്രൈ കഴിഞ്ഞാൽ പിന്നെ ബീഫ് ഫ്രൈ ഉണ്ട്, ബീഫ് റോസ്റ്റും ഉണ്ട്. എല്ലാവർക്കും നല്ല വിശപ്പുള്ളതുകൊണ്ട് എല്ലാത്തിനും ഒരു കൈയിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു അടിപൊളി സാധനമുണ്ട്, ആയുർവേദ റമ്മ. അത് ഞാൻ കാണിച്ചു തരാം. ചുമ്മാ ഇവിടെ നമ്മുടെ ആയുർവേദ റമ്മ, ഇവർക്കത് ഓൺലൈൻ വഴി നമുക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ കേസ് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ തട്ടുകടയിലെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് നമുക്കിനി നമ്മൾ ഓരോരുത്തരോടും ചോദിക്കാം. തട്ടുകടയിലെ ഫുഡ് നമ്മളെല്ലാവരും ഫാമിലിയായിട്ട് വരണം. അതുപോലെ തന്നെ കള്ള് കുടിക്കാനായിട്ട് പ്രത്യേകിച്ച് വരണം. കള്ള് അടിപൊളി കള്ളാണ്, മുന്തിരിക്കള്ളാണ്, നല്ല കള്ള്. മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമാണെങ്കിലും UK-യിൽ അനുവദ്യമായുള്ള അളവിൽ കഴിക്കുക. പിന്നെ ഭാര്യമാർക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ തിരിച്ച് കൊണ്ടുപോയി വിടാനുള്ള നോക്കുക. പിന്നെ ഇഷ്ടംപോലെ ഫുഡ്, അടിപൊളി ഫുഡായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ഇതുവരെ ഞങ്ങൾ കഴിച്ചത് വെച്ചിട്ടുള്ള ഏറ്റവും നല്ല ഫുഡ്, നല്ല അടിപൊളി മുന്തിരിക്കള്ള, അതുപോലെ എന്നാ വേണം, തവള ഇറച്ചി, പിന്നെന്തൊക്കെയാണ്, മീൻ, സ്ക്വിഡ്, അവരുടെ സ്പെഷ്യൽ താലി, നോൺ വെജ് താലി, എല്ലാം അടിപൊളിയായിട്ടുണ്ട്, ഒന്നും പറയാൻ. അപ്പം ഇനി ആരെങ്കിലും നോർത്താംപ്ടൺ വഴി പാസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ തട്ടുകട. കൂട്ടത്തിൽ നിൽക്കുന്നവരാടുന്നോണ്ട് അങ്ങനെ തോന്നണേ. വണ്ടി ഓടിക്കേണ്ടത് കൊണ്ട് ഞാൻ കുടിച്ചില്ല കേസ്. പക്ഷെ കുടിച്ചാലും കുഴപ്പമില്ല. ഓൺലി 3.4% ആൽക്കഹോൾ, സോ സേഫ് ആണ്. അപ്പോൾ ഒരു ഗ്ലാസ്സിന് 3.5 ഉള്ളൂ. തീർച്ചയായിട്ടും. പക്ഷെ നമ്മൾ ഒരു ചെക്ക് 7 പേര് ഇത്തിരി ആയിട്ട് എടുത്തു, അതുകൊണ്ട് തന്നെ വലുതായിട്ടൊന്നുമില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ബോധ്യമായിരുന്നു. ഞങ്ങൾ മേടിച്ച സാധനങ്ങൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് പറയേണ്ട കാര്യമാണ്, പ്രോൺസ് ബിരിയാണി നല്ലതായിരുന്നു. അവരുടെ എടുത്തു വരേണ്ടത് താലിയായിരുന്നു. ഞങ്ങൾ ചിക്കൻ താലിയും ബീഫ് താലിയാണ് മേടിച്ചത്. ബീഫ് താലിയും ചിക്കൻ താലിയും മേടിച്ചു. രണ്ടും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മീൻ ഫ്രൈ ടു ദ ടോപ്പ് എന്ന് പറയുന്നില്ല, ബട്ട് കൊള്ളാം, അടിപൊളി. പിന്നെ ബീഫ് ഫ്രൈ, ബീഫ് റോസ്റ്റ്, ഇത് രണ്ടും ഒട്ടും മഷറത്രയും നല്ല അടിപൊളിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഷെഫീൽഡിൽ നിന്നും കഴിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ലീഡ്സ്, യോർക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ കഴിച്ചതിൽ ഏറ്റവും അടിപൊളി ഫുഡായിരുന്നു.
പറയാതിരിക്കാൻ പറ്റത്തില്ല. മേ ബി നമ്മൾ ഓരോ ഇടത്ത് ചെല്ലുമ്പോഴും ചിലപ്പോൾ അവരുടെ അന്നേരത്തെ ഒരു ഇതനുസരിച്ച് ഷെഫിൻ്റെ ഒരു കഴിവനുസരിച്ച് നമുക്ക് കിട്ടത്തുള്ളൂ. എന്നാലും പറയാമല്ലോ, ഫുഡ് അടിപൊളിയായിരുന്നു. അതുകൊണ്ടാണ് പ്രത്യേകം എടുത്തത് പറയുന്നത്. എല്ലാവർക്കും ഹാപ്പി ആയിരുന്നു. ഒന്നും എക്സ്ട്രാ ആയില്ല, ഒന്നും വേസ്റ്റ് വന്നിട്ടില്ല. എല്ലാം അടിപൊളിയായിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റി. കുഴപ്പമില്ലാത്ത റേറ്റും ആയിരുന്നു, പറയാമല്ലോ. നല്ല റേറ്റും ആയിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.